അവരുടെ വേർപ്പിൻ്റെ ഫലമാണ് നമ്മുടെ ഒരു എക്കണോമിയുടെ ഡെവലപ്മെൻ്റ് ഒരു ഭൂരിഭാഗവും. ശരിക്കും ഞാൻ അങ്ങനെ പടം കണ്ട് കരയാറില്ല. ചിലപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ഒരു വിയേർഡായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ടും ഈ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, ലാസ്റ്റ് നാട്ടിൽ എത്തണത് കൂടിയിട്ട് ഇടണമായിരുന്നു. നല്ല പടമായിരുന്നു, നല്ല കാണാൻ നല്ല പടം, ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ല ആക്ടിങ്. അല്ല, അഭിനയമൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലതായിരുന്നു. എല്ലാവരും ഓവറോൾ നല്ല നല്ല പടമാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണേണ്ടതാണ്. കുഴപ്പമില്ല, ലാസ്റ്റ് നാട്ടിൽ എത്തണത് കൂടിയിട്ട് ഇടണമായിരുന്നു. നല്ല പടം, കൊള്ളാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. നല്ല പടം. പൃഥ്വിരാജ് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് പടം, നല്ല രസമുണ്ട്. പൃഥ്വിരാജ് ഇന്ത്യൻ ബ്ലസിയുടെ ഒരു മാജിക്കൽ എൻ്റർടൈൻമെൻ്റ് ആണ് പടം. പിന്നെ ഒരു മോസ്റ്റ് സർവൈവൽ മൂവിയാണ്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. കൊള്ളായിരുന്നു. സൂപ്പർ പടം കേട്ടോ, ഒരു രക്ഷയില്ല. ഫിലിം പടം, ഒന്നും പറയാൻ. നൈസ് പടം, ഡോക്യുമെൻ്ററി, അവാർഡ് വിന്നിങ്. നല്ല പടമായിരുന്നു. അടിപൊളി പടം, നല്ല ഡെപ്തുള്ള പടമായിരുന്നു. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രീതിയിൽ വന്നു. കുറച്ച് നേരമാണെങ്കിലും മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു പറ്റിയ പടം. പൃഥ്വിരാജൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ നന്നായിരുന്നു. നല്ല ഫിലിമായിരുന്നു. സിനിമയാണെന്ന് തോന്നിയില്ല, നമ്മളും ആ ഒരു ലൈഫിലോട്ടായി പോയത് നന്നായിരുന്നു. ശരിക്കും ഞാൻ അങ്ങനെ പടം കണ്ട് കരയാറില്ല. അപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയി. നന്നായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫിലിം. ഹാർട്ട് എന്തോ പോലെ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് ഫിലിം. പടം സൂപ്പറായിട്ടുണ്ട്. നോവൽ നമ്മൾ വായിക്കുമ്പോൾ കിട്ടണ അതേ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഓരോ വീഡിയോ ട്രാൻസാക്ഷനൊക്കെ സൂപ്പറാണ്. നമ്മളിപ്പോൾ നാഷണൽ അവാർഡിനെക്കാളും ഓസ്കാറിലോട്ട് നോക്കിയാൽ മതി എന്നാണ് പറയണത്. കിടിലം. നല്ല പടമായിരുന്നു, നല്ല കേട്ടില്ല. എടുത്തു പറയാനായിട്ട് മരുഭൂമിയിലെ ഒരു ഒട്ടകത്തിൻ്റെ കണ്ണിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഷോട്ടാണ്. വളരെ നല്ല പടം. ഇത്രയും നല്ല ഡയറക്ടറും ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ നല്ല ഫോട്ടോ. വളരെ ഇതുപോലെ നമ്മളൊരു പ്രതീക്ഷ ഈ അടുത്ത കാലത്തൊരു ഇത്രയും നല്ലൊരു പടം കണ്ടിട്ടില്ല. അത് ഞാനിപ്പോൾ പറയായിരുന്നു, നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ നമുക്ക് ഒരു സുവർണ്ണ ലിപികളിലാൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ആസ് എ പ്രേക്ഷകൻ. അപ്പോൾ നമുക്കറിയാൻ തന്നെ, നമുക്ക് ഗൾഫ് ബൂമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പുറദേശത്തേക്ക് പോയിട്ടുണ്ട്. സൗദി അറേബ്യ, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി അവരുടെ വേർപ്പിൻ്റെ ഫലമാണ് നമ്മുടെ ഒരു എക്കണോമിയുടെ ഡെവലപ്മെൻ്റ് ഒരു ഭൂരിഭാഗവും. ആ ഒരു ലൈഫ് ഇത്രയും വളരെ മനോഹരമായ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നടൻ അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന കാണുമ്പോൾ വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. നമ്മുടെ സിനിമാ ചരിത്രത്തിൽ ഇതുവരെയും കാണാൻ പറ്റാത്തൊരു അനുഭവം. അതിൻ്റെ ഡയറക്ഷനായാൽ പോലും ആ ഓരോ മൂവ്മെൻറ്റ്, ഈവൻ ആ സ്നേക്കിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് വരെ എടുത്തിരിക്കുന്ന ഭംഗി, അത് വളരെ നമുക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നും. ഉറപ്പായിട്ട് ഇത് ഓസ്കാർ ലഭിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തും, ഉറപ്പാണ്. വളരെ മികച്ച ഒരു സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞതെല്ലാം അസാധ്യങ്ങളിൽ അസാധ്യമായ, കാരണം ഇത് നമ്മളൊരു സിനിമകൾ കാണുമ്പോഴത്തേക്ക് നല്ല പ്രകടനങ്ങൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ റേറ്റ് ചെയ്യും, മികച്ചതാണ്, എന്നെ തൃപ്തിപ്പെടുത്തി, അല്ലെങ്കിൽ എക്സലൻ്റ് ആണ്. പക്ഷേ ഇത് അസാധ്യങ്ങളിൽ അസാധ്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രകടനം തന്നെയാണ് പൃഥ്വിരാജ് എന്ന നടൻ്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായിട്ടും ഇതിൻ്റെ മുഴുവൻ ഏകദേശം, കാരണം ഈ ഒരു ഓൾറെഡി ഇതൊരു ബുക്കിൻ്റെ രൂപത്തിൽ അത് വന്നിട്ടുണ്ടെങ്കിലും ഒരു സിനിമയിൽ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എഴുതി, അത് തയ്യാറാക്കി, അത് ചിത്രീകരിച്ച് വിഷ്വലൈസ് ചെയ്തെടുത്ത ബ്ലസ്സി എന്നൊരു സംവിധായകന് കാരണം ഇത്രയും വർഷങ്ങൾ അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അത് തൻ്റെ സമയം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എല്ലാം നമുക്ക് ആ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ഒരു വിയേർഡായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ടും ഈ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷർട്ടും ഈ ഒരു അട്ടയറാണ് ഒരു സിനിമയിലുടനീളം പൃഥ്വിരാജിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനങ്ങ് ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ആ ഒരു കഥാപാത്രത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നു. കാരണം എനിക്ക് ഒരു ഫിസിക്കലി എനിക്കത് മാച്ച് ചെയ്യാൻ പറ്റുന്നു. കാരണം ഞാനിടുന്നു അതേപോലത്തെ ഒരു സംഭവം. അതിലൊരു പെർട്ടിക്കുലർ സീനുണ്ട്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. പുള്ളി ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് മാറി. പിന്നെ അതിനുശേഷം പുള്ളി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണെങ്കിൽ കൂടെ അത് കണ്ട് തന്നെ അറിയണം ഈ സിനിമയിലേക്ക്. എല്ലാവരും ഇതിനകത്ത് മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ നടത്തിക്കുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി ആ ഒരു മുറിവ് നമുക്ക് തീർച്ചയായും ആ ഒരു ഫീൽ നമുക്ക് പറ്റും. കാരണം
പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് എമോഷൻസിലൂടെ ഇങ്ങനെയാണ് പോകുന്നത്. ആ ഒരു സിനിമ കണ്ടിറങ്ങിയുള്ള ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട്, എന്താ പറയുക, ഇന്ത്യൻ സിനിമയ്ക്ക് ബ്ലസ് ചെയ്യുന്ന ഒരു സംവിധായകൻ തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നമുക്ക് ഈ ഒരു ലോകത്തിലെ പല പ്രേക്ഷകർക്കും നമുക്ക് അഭിമാനത്തോടെ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്.